ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഓറിഫൈസ് മീറ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓറിഫൈസ് മീറ്ററിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ? ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിന്റെ അകത്തോടുള്ള വരുന്ന ഫ്ലോയെ എത്ര റേറ്റ് ഓഫ് ഫ്ലോ ആണെന്നുള്ളത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓറിഫൈസ് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ വെഞ്ചൂരി മീറ്റർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വെഞ്ചൂരി മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷൻ വഴിയായിരിക്കും ഇത് വർക്ക് ചെയ്തേക്കുന്നത്. ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിസ്ക് ആണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതാണ് നമ്മുടെ പൈപ്പ് ഫ്ലോ എങ്കിൽ ഈ പൈപ്പ് ഫ്ലോയുടെ പുറത്തായിട്ട് ഒരു പ്ലേറ്റ് ഫിക്സ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് നടുക്ക് ഒരു ചെറിയൊരു ഹോള് കാണും. ഇങ്ങനെ വരുന്ന വരുന്ന ഈ പ്ലേറ്റിനെ പറയുന്ന പേരാണ്. ഈ പ്ലേറ്റ് വേണേൽ റെക്ടാങ്കുലർ ആവാം, സർക്കുലർ ആവാം, ഏത് ഷേപ്പ് ആണ്. പക്ഷേ നടുക്ക് ഒരു സെൻട്രൽ ഒരു ഹോള് കാണും. അതിനെയാണ് നമ്മൾ ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞത്. ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഫ്ലോ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഫ്ലോ ഡയറക്ഷൻ. ഇപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ. ഇപ്പം നമ്മൾ ഡയമീറ്റർ ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ് എടുക്കുന്നത് എങ്കിൽ ഈ ഓറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിനെ D1 ആയിട്ട് നമ്മൾ ഡയ ഓഫ് ഓറിഫൈസ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ അതിനെ തന്നെ സ്മോൾ ലെറ്റർ D1 ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ D1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4 to 0.8 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആയിരിക്കും നമ്മൾ എന്തായിരിക്കും ആ ഓറിഫൈസിന്റെ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പൈപ്പാണോ അതിൻ്റെ അകത്ത് ഫ്ലോ എടുക്കുന്നത് ആ പൈപ്പിന്റെ ഡയമീറ്ററും ഓറിഫൈസിന്റെ ഡയമീറ്ററും തമ്മിൽ എന്തായിരിക്കും ഒരു റിലേഷൻ കാണും. ഓക്കെ, ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്മോൾ ലെറ്റർ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പൈപ്പിന്റെ ഡയമീറ്ററിന്റെ 0.4 to 0.8 ടൈം. ഓക്കെ, നമുക്കിനി പൈപ്പിന്റെ ഓറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ 0.4 to 0.8 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് എന്നാണ് പഠിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ അനലൈസ് ചെയ്ത് നോക്കാൻ പോകും എങ്ങനെയായിരിക്കും ഇതിന്റെ അകത്തുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പോയിന്റിൽ നമ്മൾ എന്താണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യണം. ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് സെക്ഷൻ. ഫസ്റ്റ് പോയിന്റിനെ ഞാൻ 1 എന്നും വിളിച്ചു. സെക്കൻഡ് പോയിന്റിനെ ഞാൻ 2 എന്നും വിളിച്ചു. ഈ പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറിഫൈസിന്റെ അവിടുന്ന് ഒരു 1.5 അല്ലെങ്കിൽ 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പിന്റെ അവിടെ വെച്ചായിരിക്കും നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. എത്രയായിരിക്കും? 1.5 to 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പിന്റെ അവിടെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡ് പോയിന്റ് കണക്ട് ചെയ്തേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് വീന കോൺട്രാക്റ്റ. ഈ വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടാണോ ഇപ്പൊ നമ്മളൊരു പൈപ്പിന്റെ അകത്ത് ഫ്ലോ പോകുന്നുണ്ട്. ഇപ്പൊ എന്താണ് അതിപ്പോ ഇങ്ങനെ കൺവേർജ് ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻസ് വന്നു. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ വന്ന് തട്ടി ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അത് പിന്നെയും പഴയ ആ ഇതിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എന്തായിരിക്കും ഡയമീറ്റർ, ഏറ്റവും ചെറിയ ഡയമീറ്റർ മിനിമം വരും. പക്ഷെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വരും. വീന കോൺട്രാക്റ്റ എന്ന് പറയുന്ന പോയിന്റ് അറ്റ് വിച്ച് diameter is minimum and velocity of flow is maximum. ഇതെന്താണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പിന്റെ അകത്തൂടെ അല്ലെങ്കിൽ എങ്ങനെയല്ലോ ഒരു ചാനലിൽ കൂടെ വെള്ളം പോകുമ്പോൾ അതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോസിനെ എല്ലാം നെഗ്ലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡയമീറ്റർ കുറയുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വെലോസിറ്റി അവിടെ കൂടണം. അങ്ങനെ വരുമ്പോൾ വരും.
അങ്ങനെ വരുമ്പോഴത്തെ ഒരു പോയിന്റിനെയാണ് നമുക്ക് എന്താണ് വീന കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഡയറക്ഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും, വെലോസിറ്റി പറയുന്നത് മാക്സിമം ആയിരിക്കും. നമുക്കിപ്പം അറിയത്തില്ല കറക്റ്റായിട്ട് എവിടാ വരുന്ന ആ പോയിന്റ് എന്ന്. പക്ഷെ നമുക്ക് ഒറിഫൈസ് മീറ്റർ വെച്ച് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് തന്നെ 0.5 ടൈംസ് ഡി ആയിരിക്കും. അതായത് D1 ഡയമീറ്റർ ഓഫ് ദ ഒറിഫൈസിന്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത് D1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ 0.5 ഇൻറ്റു D1 ആയിരിക്കും വന്നിരുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റ് എടുത്തു. ഫസ്റ്റ് പോയിന്റ് എങ്ങനെയായിരുന്നു? ഒറിഫൈസിന്റെ അവിടെ നിന്ന് എത്രയാണ് 1.52 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആയിരുന്നു. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? വീന കോൺട്രാക്റ്റിലായിരിക്കും. വീന കോൺട്രാക്ട് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും വന്നേക്കുന്നത്? 0.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ഒറിഫൈസ് വെച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് എഴുതാം. എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഒരു മിനിറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പൈപ്പിന്റെ വിവരമല്ലേ എഴുതിയിട്ടുള്ളായിരുന്നുള്ളൂ. ഓക്കെ, the orifice diameter is kept at 0.4 to 0.8 times the diameter of the pipe through which diameter of the pipe through which the flow occurs. Okay. ഇനി നെക്സ്റ്റ് എഴുതിക്കോളൂ. A differential manometer is connected at a section 1 which is at a distance of about 1.5 to 2 times the pipe diameter meter upstream from the orifice plate and section 2 which is at a distance of about half the diameter of the orifice, of orifice on the downstream side from the orifice plate. ഓക്കെ, ഇതായിരുന്നു നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പൈപ്പിന്റെ അപ്സ്ട്രീം സൈഡിലാണ്, ഒറിഫൈസ് മീറ്ററിന്റെ അപ്സ്ട്രീം സൈഡിൽ അവിടെ എത്രയാണ് ഡിസ്റ്റൻസ് മാറിയിട്ട് 1.5 to 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് മാറിയിട്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എടുത്തേക്കുന്നത് എന്തായിരുന്നു? ഒറിഫൈസിന്റെ ഡയമീറ്ററിന് ഹാഫ് വരുന്നത്, അതെന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിലായിരിക്കും എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എഴുതിക്കോളാം. ലെറ്റ് സ്മോൾ ലെറ്റർ P1 be the pressure at section 1 V1 velocity at section 1. Next A1 area of pipe
അറ്റ് സെക്ഷൻ 1. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ P2, small letter P2, V2 and A2 are the corresponding values at section 2. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താണ് രണ്ട് സെക്ഷൻസ് കണ്ടത്തുള്ള വാല്യൂസ് എല്ലാം കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് അപ്ലൈയിങ് ദ ബെർണോളിസ് ഇക്വേഷൻ at section 1 and 2. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? എന്തായിരുന്നു ബെർണോളിസ് ഇക്വേഷന്? P1 by rho g plus V1 square by 2g plus Z1 equal to P2 by rho g plus V2 square by 2g plus Z2. ഓക്കെ, അപ്പം നമ്മൾ അതിനെ എന്താണ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. P1 by rho g plus Z1 minus P2 by rho g plus Z2 പറയുന്നത് എന്തായിരിക്കും? V2 square by 2g minus V1 square by 2g എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഈ P1 by rho g plus Z1 minus P2 by rho g plus Z2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? H അല്ലെങ്കിൽ എന്താണ് ഡിഫറൻഷ്യൽ ഹെഡ് എന്ന് പറയും. ഡിഫറൻഷ്യൽ ഹെഡ് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പൊ എന്തായിരിക്കും? H is equal to V2 square by 2g minus V1 square by 2g എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് അതിനെ ഒന്നുകൂടെ 2gh എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? V2 square minus V1 square എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പൊ എന്തായിരിക്കും? നമ്മളതിനെ എഴുതുകയാണ് V2 is equal to root of 2gh plus P1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ V2 എന്ന് പറഞ്ഞെടുത്തേക്കുന്നത് എവിടത്തെയാണോ? സെക്ഷൻ 2 അതായത് വീണ കോൺട്രാക്റ്റിലാണ് എടുത്തത്. നമുക്ക് അവിടുത്തെ ഏരിയനെ നമുക്ക് എന്തായിരിക്കും? A2 എന്ന് പറഞ്ഞിരിക്കും. എഴുതിക്കോ. At section 2 that is at വീണ കോൺട്രാക്റ്റ് at A, A2 represents the area of the area at വീണ കോൺട്രാക്റ്റ്. If A0 be the area of orifice, then CC equal to A2 by A0. CC എന്ന് പറഞ്ഞാൽ CC എന്ന് പറഞ്ഞാൽ coefficient of contraction. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തുവാണ് സെക്ഷൻ 2 എന്ന് പറഞ്ഞെടുത്തത് നമ്മൾ വീണ കോൺട്രാക്റ്റിലാണ്. അവിടുത്തെ ഏരിയയാണ് നമ്മൾ A2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഏരിയ ഓഫ് ഒറിഫൈസ് നമ്മൾ A0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ദ ഒറിഫൈസും ഏരിയ അറ്റ് വീണ കോൺട്രാക്ട് ടു ഏരിയ ഓഫ് ദ ഒറിഫൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് A2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? A2 ഈസ് ഈക്വൽ ടു CC ഇൻറ്റു A0 എന്ന് പറയും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനി എന്തായിരുന്നു? നമുക്കിനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബൈ അപ്ലൈയിങ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ
ഇങ്ങനെ ആയിരിക്കും A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്തായിരിക്കും, അപ്പോൾ V1നെ നമുക്ക് A2ന്റെ ടേംസിലോട്ടും കൂടെ V2ന്റെ ടേംസിലോട്ട് എഴുതണം. അപ്പം എന്താണ് A2 ബൈ A1 ഈസ് ഈക്വൽ ഇൻറ്റു V2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, A2നെ എങ്ങനെ എഴുതാം, A0 ഇൻറ്റു CC ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു V2 നമുക്ക് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇനി ഇക്വേഷൻ നമ്പർ 3 ഇനി ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എങ്ങനെയായിരിക്കും എഴുതുക, V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് V1 സ്ക്വയർ എന്നാണ്. V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, A0 സ്ക്വയർ CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് ഇനി ഒന്ന് പുറത്തെടുക്കണം. റീഅറേഞ്ച് V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GH പ്ലസ് A0 സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് എന്താണ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് V2 സ്ക്വയറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, 1 മൈനസ് CC സ്ക്വയർ ഇൻറ്റു A0 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ ഈക്വൽ ടു 2GH എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, അതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുവാണ്. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് CC സ്ക്വയർ ഇൻറ്റു A0 സ്ക്വയർ A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ അതാണ് ഈക്വൽ ടു 2GH എന്ന് പറഞ്ഞ് എടുത്തു. ഇനി അടുത്ത എന്താണ്, V2 നമുക്ക് എങ്ങനെ എടുക്കാം, റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് എന്താണ്, therefore ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു എന്താണ്, V2 ഇൻറ്റു A2 എന്ന് എഴുതാം. അപ്പൊ എങ്ങനെയായിരുന്നു, V2 ഇൻറ്റു A0 ഇൻറ്റു CC എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് എഴുതുന്നത്. നമുക്ക് കാരണം വീന കോൺട്രാക്റ്റിൽ എത്രയാണ് ഡയമീറ്റർ ചെറുതായി നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഇതിന്റെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്, Qന്റെ ഇക്വേഷന് റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു A0 ഇൻറ്റു CC എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, നമ്മളിവിടെ ഇനി if CD is the coefficient of discharge for orifice meter ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിസ്ചാർജിന് CD നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് അപ്പൊ എന്താണ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ CD ഈസ് ഈക്വൽ ടു CC ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC എന്ന് പറഞ്ഞു CC സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് എങ്ങനെയാണ് CC എങ്ങനെ കിട്ടും, CC ഈസ് ഈക്വൽ ടു CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും. നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എന്താണ് ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഴുതിക്കൊള്ളുക, substitute the value of
നമ്മൾ എന്തായിരുന്നു ഇവിടെ Q ഈസ് ഈക്വൽ ടു A0 CD ഇൻറ്റു നമ്മളെന്താണ് ഇക്വേഷൻ നമ്പർ 4-നകത്ത് ഈ സി സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ എന്തായിരിക്കും A0 ഇൻറ്റു CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ എന്ന് കിട്ടും. ഈ രണ്ട് ടേം നമുക്ക് എന്താണ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കി എന്തായിരിക്കും CD ഇൻറ്റു A0 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ 1 മൈനസ് A0 ഡിവൈഡ് ബൈ A1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് Q ഈസ് ഈക്വൽ ടു എന്നെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A0 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് CD എന്ന് പറയുന്നതിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഓറിഫൈസ് മീറ്റർ. ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ CD-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബെഞ്ചൂരി മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പം എഴുതിക്കോളുക വാല്യൂ ഓഫ് CD ഈക്വൽ ടു 0.6 to 0.7 ആയിരിക്കും വരുന്നത്. ഇതിന്റെ അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.68 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 0.68. അതായത് വാല്യൂ ഓഫ് CD ഈസ് for a Venturi meter, so for orifice meter is smaller than orifice meter is smaller than that of Venturi meter. Venturi meterന്റെ വാല്യൂ എത്രയായിരുന്നു? 0.95 to 0.98 ആയിരുന്നു. അപ്രോക്സിമേറ്റ്ലി വാല്യൂ എടുത്തത് 0.9 ആയിരുന്നു. പക്ഷേ നമ്മൾ ഒറിഫൈസ് മീറ്ററിനകത്ത് വരുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? 0.6 to 0.7 ആയിരിക്കും വരുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.68 ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷന്റെ വാല്യൂ ആണ്. എന്താണ്? CC എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CC എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Area of the Venturi meter divided by area of orifice. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് CCക്ക് കൊണ്ടൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 0.61 to 0.69 വരെയാണ്. അതിന്റെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എടുക്കുന്ന വാല്യൂ 0.64 ആണ് ഇതിന്റെ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓറിഫൈസ് മീറ്ററിന്റെ അകത്ത് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരുന്നു? ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിനകത്ത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ചൂരി മീറ്ററിനെക്കാട്ടിലും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ ആയിരുന്നു. ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? ഒരു പൈപ്പിന്റെ അകത്ത് ഒരു സർക്കുലർ ഡിസ്ക് വിത്ത് ഓപ്പണിംഗ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്തായിരിക്കും? ആ ഡിസ്കിന്റെ നടുക്കുള്ള ഒറിഫൈസിന്റെ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരായിരുന്നു ഒറിഫൈസ്. ആ ഒറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? ഇപ്പൊ പൈപ്പിന്റെ ഡയമീറ്റർ D ആണെങ്കിൽ ഒറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 0.4 to 0.8 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആയിരിക്കും. എന്നിട്ട് ഇനി നമ്മൾ എന്തായിരിക്കും? ഡെറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യും. ആ പോയിന്റുകളിൽ നമ്മൾ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യും. ആ 2 പോയിന്റ്സ് എങ്ങനെയായിരുന്നു എടുത്തേക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1.5 to 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് എവിടോട്ടായിരിക്കും? അപ്സ്ട്രീമിലായിരിക്കും എടുക്കുന്നത്. ഒറിഫൈസ് മീറ്ററിന്റെ അവിടെ നിന്ന് 1.5 to 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആയിരിക്കും എടുക്കുന്നത് അപ്സ്ട്രീമിലോട്ട്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ഒറിഫൈസിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആയിരിക്കും ഡൗൺ സ്ട്രീമിലോട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ എന്തായിരിക്കും? ആ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് വീന കോൺട്രാക്റ്റ. എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, ഡയമീറ്റർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. പിന്നെ നമ്മൾ എന്താണ്? ഡിറൈവ് ചെയ്ത് അവസാനം നമ്മൾ എന്തായിരിക്കും? ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എന്താണ് ചെന്നു. അപ്പൊ അതിന്റെ ഇക്വേഷനാണ് നമ്മൾ Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A0 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഇത് തന്നെയാണ് നമ്മുടെ വെഞ്ചൂരി മീറ്ററിന്റെ ഇക്വേഷൻ. A0ക്ക് പകരം അവിടെ എന്താണ്? A2 വരുമെന്നേ ഉള്ളൂ. ഇനി അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഒറിഫൈസ് മീറ്ററിന്റെ 0.6 to 0.7 ആയിരിക്കും വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 0.6
8 ആയിരിക്കും എടുക്കുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും പറയാം, ഒറിഫൈസ് മീറ്ററിന്റെ CD വാല്യൂ എന്ന് പറയുന്നത് വെഞ്ചൂരിമീറ്ററിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. പിന്നെ വേറെ പഠിച്ചെന്തായിരുന്നു, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏരിയ ഓഫ് വെഞ്ചൂരിമീറ്റർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദ ഒറിഫൈസ് ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.61 to 0.69 ആയിരിക്കും വരുന്നത്. അപ്രോക്സിമേറ്റ്ലി അതിന്റെ വാല്യൂ 0.64 ആണ് വരുന്നത്. ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. An orifice with orifice diameter 10 cm is inserted in a pipe of 20 cm diameter. The pressure gauge is fitted upstream and downstream of the orifice. Meter gives reading of 19.6 Newton per centimeter square and 9.81 Newton per centimeter square respectively. Coefficient of discharge for the orifice meter is given as 0.6. Find the discharge for water through the pipe. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് എഴുതിയെടുക്കാം. നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്, ഒറിഫൈസിന്റെ ഇതിൻ്റെ അകത്ത് ആൻസർ ആണ് നമ്മൾ. ഓക്കെ, നമ്മളിതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് എന്തായിരിക്കും, ഒറിഫൈസിന്റെ നമുക്ക് ഡയമീറ്റർ. അപ്പം എന്താണ്, D0 ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു, 10 സെന്റിമീറ്റർ. ദാറ്റ്സ് ഈക്വൽ ടു ഓക്കെ, നമുക്ക് സെന്റിമീറ്റർ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ്, A0 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, π/4 ഇൻറ്റു 10 സ്ക്വയർ. അപ്പം അതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 78.54 സെന്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മുടെ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ഡിയുടെ വാല്യൂ അറിയാം. ഡിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര ആയിരുന്നു, 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ്, A1 എന്ന് നമുക്ക് കൊടുക്കാം ഫസ്റ്റ് സെക്ഷന്. അവിടുത്തെ എന്തായാലും പൈപ്പിന്റെ ഡയമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അവിടുത്തെ ഇപ്പോൾ എന്തായിരിക്കും, 20 π/4 ഇൻറ്റു 20 സ്ക്വയർ. അതെന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, എത്ര, 314.16 സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് D1 കിട്ടി, A0 കിട്ടി, A1 വാല്യൂയും കിട്ടി. ഇനി അടുത്തത് നമുക്ക് പ്രഷർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. P1 വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 19.62 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ P2 വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 9.81 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ അത് നമുക്ക് എന്തായിരിക്കണം, P/ρg എന്ന് പറഞ്ഞ വാല്യൂസ് കാണിക്കണം. അതായത് എന്താണ്, ഡിഫറൻഷ്യൽ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എന്തായിരുന്നു ഡിഫറൻഷ്യൽ ഹെഡ് Hന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P1/ρg പ്ലസ് Z1 മൈനസ് P2/ρg പ്ലസ് Z2. ഇവിടെ നമുക്ക് Z1 ആൻഡ് Z2 വാല്യൂ നമുക്ക് നോട്ട് ഗീവൺ ആണ്. അതായത് നമ്മുടെ പൈപ്പ് എന്താണ്, ഹൊറിസോണ്ടൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടില്ലെന്ന് പറയും. ഇതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പം എന്തായിരിക്കും, P1/ρg മൈനസ് P2/ρg നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്നത്, P1 വാല്യൂ എത്രയായിരുന്നു, 19.62 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും, ബൈ 1000 ഇൻറ്റു വാട്ടർ ആണ്. 1000 ഇൻറ്റു 9.81 മൈനസ് 9.81 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81. അപ്പം എത്ര ആയിരിക്കും വാല്യൂ കിട്ടുന്നത്, ഈക്വൽ ടു ഫസ്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 മൈനസ് 10 എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, Hന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് അതിന് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സെന്റിമീറ്ററിൽ 100 സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി അടുത്ത് തന്നേക്കുന്നത് എന്താണ്, CD വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. CD ഈസ് ഈക്വൽ ടു 0.6 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് Q ഇൻഡിക്കേഷൻ എന്താണ്, Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A0 A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. എല്ലാ വാല്യൂസ് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CD വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6 ഇൻറ്റു A1 വാല്യൂ എത്രയായിരുന്നു, 314.16 ഇൻറ്റു 78.54
ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 314.16 സ്ക്വയർ മൈനസ് 78.54 സ്ക്വയർ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? ഈക്വൽ ടു എത്രയാണ് ആൻസർ വരുന്നത്? 68,213.28 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. അതിന് നമുക്ക് ലിറ്റേഴ്സ് പെർ 68.21 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. അപ്പം അതും കൂടെ ഒന്ന് ചെയ്യണം.